വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ദിവ്യ ദിവസ് ഫാന്റസി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താ വെച്ചാൽ കുറെ ഡ്രസ്സസ് ഞാൻ പുതിയത് ഇങ്ങനെ സ്റ്റുഡിയോ എന്നാണെങ്കിലും ട്രെൻഡ്സ് എന്നാണെങ്കിലും കുറെ ഞാൻ പർച്ചേസ് ചെയ്തു. പക്ഷെ അതൊന്നും യൂസ്ഡ് അല്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് നോട്ട് ഒരു കണ്ടന്റ് ആവാലോ എന്ന് വിചാരിച്ചു, നിങ്ങൾ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. സംഭവം അത്ര അടിപൊളി ഡ്രസ്സസ് ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഓഫർ പീരീഡ് ടൈമിലാണെങ്കിലും ബിഫോർ ഓഫർ ആണെങ്കിലും ഞാൻ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിനായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് പുറത്ത് പോകാനൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്സ് അങ്ങനെ ഡെയിലി ഉപയോഗ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് ഓക്കെ ലെറ്റ്സ് ഐ ആം ജസ്റ്റ് ഷോയിങ് ഓഫ് യു അങ്ങനെ വിചാരിച്ചു. അപ്പൊ പിന്നെ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയാലോ. സംഭവം ഞാൻ എല്ലാ ഡ്രസ്സും കൂടെ ഒരു ക്യാരി ബാഗിൽ കീപ്പ് ചെയ്തു. ആക്ച്വലി ലുലു കണക്ട് ഉണ്ട്, നമ്മൾ അവിടെ വർക്ക് ചെയ്യണമുണ്ട്, അവിടെ ഓഫീസ് ഒക്കെ എല്ലാം വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. സംഭവം ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോഴും ഫ്രണ്ട്സിൽ പോകുമ്പോഴും ക്യാരി ബാഗ് ഒന്നും കീപ്പ് ചെയ്തില്ല. അപ്പൊ അവർ ഇതുപോലെ നമ്മളിപ്പോൾ ഐ മീൻ അറൌണ്ട് 8 or 10 rupees കൊടുത്ത് ഇതുപോലെ ഒരു ബാഗ് കിട്ടും. അതൊക്കെ കീറി പോയി എവിടെയൊക്കെ കിടക്കണം. അപ്പൊ പിന്നെ എനിക്ക് വീടിന് ഹെൽപ്ഫുൾ ആണല്ലോ കീപ്പ് ചെയ്ത് എല്ലാം കൂടെ എടുത്ത് വെച്ചാൽ എനിക്ക് ഈസി ആയിരിക്കും. അപ്പൊ പിന്നെ ഇതൊന്ന് കറക്റ്റായി തോന്നിയപ്പോൾ ഞാനിതെടുത്ത് എല്ലാം ഇതിലിട്ടിട്ട് തന്നെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് വൺ ഈസ് മൈ ഫേവറേറ്റ്. ഇത് പക്ഷെ ഞാൻ മറ്റേ റീ ഓപ്പണിങ് മൈ ചാനൽ ആഫ്റ്റർ 4 years എന്നൊക്കെ പറഞ്ഞ് അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറയാം, എനിക്കിത് പ്രൈസ് ടാഗ് പോലും ഞാൻ മറ്റേ കളയാതെ വെച്ച് ഇട്ടതായിരുന്നു. ഒന്ന് ഇട്ടു, പക്ഷെ ഞാൻ അയച്ചു വെച്ചു, അല്ലാതെ ഞാൻ മറ്റേ അവിടെ പുറത്തോട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൂത്ത് സീസണിൽ വിയർ ചെയ്യാവുന്നുണ്ട്, കാരണം വിന്ററിലാണെങ്കിൽ സമ്മറിലാണെങ്കിൽ ഇതിന്റെ നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താ വെച്ച് പറഞ്ഞാൽ പിങ്ക് ആണ്, പിന്നെ ഇതൊരു വൈഡ് നെക്കൊക്കെ ആയതുകൊണ്ട് ഓക്കെ ഓഫ് ഷോൾഡറിലൊക്കെ ഇടാന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഇടാൻ പറ്റട്ടെ. എന്തായാലും ഞാൻ ഇടുന്ന ഡ്രസ്സും അതിന്റെ ഫോട്ടോസ് ഓർ വീഡിയോസ് ഞാൻ എന്തായാലും സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അത് സ്റ്റുഡിയോ എന്നാണ്, ഇത് ട്രെൻഡ്സ് എന്നാണ്. ട്രെൻഡ്സ് എന്ന് അന്ന് ഓഫർ അവൈലബിൾ ആയി. പിന്നെ ഞാൻ മോസ്റ്റ്ലി റിയോ ബ്രാൻഡിൽ എടുക്കും. ലുലുവിൽ പോയ കൂടുതൽ ഞാൻ റിയോ ബ്രാൻഡിൽ എടുക്കുക. ഇറ്റ്സ് ഗുഡ്. ഓൺലൈനിൽ ഞാൻ അതുപോലെ റിയോ ബ്രാൻഡ് കാണുമ്പോൾ എടുക്കാറുണ്ട്. ഇത് എനിക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കളറിൽ എടുത്താണ്. സ്ലീവ്ലെസ് ആൻഡ് ടോപ്പ് നെക്ക് ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എടുത്തത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ ഫ്രം ട്രെൻഡ്സ് അന്ന് ഓഫർ അവൈലബിൾ. പക്ഷേ ഇത് ഞാൻ സംഭവം ഫസ്റ്റ് അന്ന് അവിടെ നിന്ന് കണ്ടപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ദിസ് ഈസ് ദ ബാക്ക് സൈഡ് എന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി ഈ റൈറ്റിംഗ്സ് ഫ്രണ്ടും ബാക്കിലാണ് ഈ പ്രിന്റ് വരുന്നത്, ഈ ഒരു ഡ്രാഗന്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ അന്ന് ഇതുപോലെ റോങ് സൈഡ് ആയിട്ടാണ് അവിടെ നിന്ന് ട്രയൽ റൂമിൽ നിന്നൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ എന്താണെങ്കിലും എനിക്ക് രണ്ട് സൈഡും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ഒരുപാട് ഫീൽ ചെയ്യാൻ നിന്നില്ല. പിന്നെ അടുത്തെന്ന് വെച്ചാൽ സ്റ്റുഡിയോ എന്നാണ്. ഇത് ഫ്രം സ്റ്റുഡിയോന്ന് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. സംഭവം ട്രാൻസ്പാരന്റ് ആണ്, കണ്ടോ, ട്രാൻസ്പാരന്റ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ആണെങ്കിലും നല്ല എലാസ്റ്റിക് ആയിട്ട് ചെറിയ ചെറിയ ടോപ്പ്, ചെറിയ കുഞ്ഞു പിള്ളേരിടുന്ന സാധനം. പക്ഷെ അല്ല കേട്ടോ, ഞാനിത് വുമൺ സൈഡിൽ നിന്ന് തന്നെ എടുത്തത്. സംടൈംസ് ഞാൻ കിഡ് സെക്ഷൻ എടുക്കാറുണ്ട്. ഇത് പക്ഷേ വുമണിലാ നമ്മുടെ നോർമലി എടുക്കുന്ന ആ ഒരു സെക്ഷനിൽ പോയിട്ട് എക്സ്ട്രാ സ്മോളിൽ കിട്ടിയപ്പോൾ എടുക്കാം. നെക്സ്റ്റ് ഈസ് ഫ്രം ട്രെൻഡ്സ് അന്ന ഓഫറിൽ തന്നെയാണ് കണ്ടത്. എല്ലാം റിയോ ആയിരിക്കും. ഇതും പിങ്ക്, ബേബി പിങ്ക് കണ്ടു. പിന്നെ ഈ ഒരു ടൈമിൽ ഇപ്പൊ ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ പിന്നെ ഞാൻ അതും എടുത്തു. അടുത്തത് എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു തവണ. എപ്പോഴാ ഒരു വൈറ്റ് കളർ പാന്റിനൊപ്പം സ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ജസ്റ്റ് സ്റ്റുഡിയോന്ന് എടുത്താണ്. ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ്. എനിക്ക് ഇതിൽ എന്താ ഇഷ്ടമായെന്ന് വെച്ചാൽ ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, എല്ലാവരും വൈറ്റ്. ആ ഒരു നേവി ബ്ലൂ വൈറ്റ്, ലൈക്ക് ഫീൽസ് ലൈക്ക് ജേഴ്സിയുടെ ആ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ എനിക്ക് തോന്നിയപ്പോൾ എടുത്താട്ടോ. ഇതും നല്ല ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് അതും ഇഷ്ടമായി എടുത്തു. എല്ലാം ക്രോപ്പ് ടോപ്സ് ആണ്. അത് ആ ഒരു ടോപ്പ് മാത്രം ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ഓക്കെ, അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ബാക്കി എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ട് കാണാൻ. ഇതാണ് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് ഐ ലവ് ദിസ് വൺ. ഇത് റിയോ എന്നല്ല കേട്ടോ ബ്രാൻഡ്, ഇത് വേറെ എന്തോ ടീം സ്പിരിറ്റ് എന്തോ സംഭവം, എനിക്കറിയില്ല. പക്ഷെ ഇത് കോളേഡ് ആയതുകൊണ്ട് ഇതിങ്ങനെ വൈറ്റ് കളറിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ലീവ്ലെസ് ആണ്. എനിക്ക് മോസ്റ്റ്ലി ഇങ്ങനെ കോളേഡ് ആയിട്ടും കുറച്ച് സിപ്പ് ടൈപ്പ് ഇങ്ങനെ കോളേഡ് വന്ന് അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്. എനിക്കത് സ്യൂട്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ അമ്മ ഓൾസോ ഇത് കണ്ടതും ഇട്ടപ്പോൾ അമ്മ പറഞ്ഞ ട്രയൽ റൂം എന്നാണ് ഇത് ഓക്കെ നിനക്ക് നന്നായിട്ടുണ്ട് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ എടുത്തതാണ്. എനിക്ക് കളർ ഇല്ല, ഉണ്ട് ഫുൾ പ്ലെയിൻ ടീഷർട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു വൈറ്റ് പെയർ ചെയ്തിട്ട് ഈ സാധനം ഇല്ല. ഞാൻ കുറെ ആഗ്രഹിച്ച് എനിക്കിത് എടുക്കണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. ടോപ്സ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഇതുപോലെ ഓഫറിൽ 2 പാന്റ് ആയിരുന്നു, കാർഗോ ടൈപ്പ്, ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് പാന്റ് എടുത്തു. അതേപോലെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് പാന്റ് ആയിരുന്നു, വൈഡ് ലെഗ് ഉള്ളത്. പക്ഷെ ഇതിലും ഇതുപോലെ ഞാൻ പറ്റിക്കപ്പെട്ടു. വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് ഹറിബറിയിൽ എടുത്ത ആ ഒരു സംഭവത്തിൽ പോക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. സംഭവം പോക്കറ്റ് പോലും ഇല്ല. എനിക്ക് പോക്കറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതും പറ്റിക്കപ്പെട്ടു. പക്ഷെ എനിവേസ് എനിക്ക് ഇഷ്ടമായി ഈ പാന്റ്. ഓക്കെ,
ഗുഡ് ടു വിയർ. നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ കൂടുതലും ഇഷ്ടമാണ് ഇടാനാണേലും. എനിക്ക് പെട്ടെന്നൊരു കംഫർട്ട് ഫീലാണ് നമ്മൾ ഇടുമ്പോഴാണേലും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴാണേലും പെട്ടെന്ന് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ്, അല്ലാണ്ട് ഈ ടോപ്പ് കുർത്ത അങ്ങനത്തെ ഉള്ള സംഭവമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഓഫീസിലോട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഉള്ള കുർത്തയാണെങ്കിൽ എപ്പോഴും. പക്ഷെ എനിക്കൊരു സാറ്റർഡേ ആണെങ്കിലും ഫ്രൈഡേ ആണെങ്കിലും കാഷ്വൽസ് എന്താ പറയുക വെയർ ചെയ്യുക. പക്ഷെ ഞാൻ ഇതൊന്നും ഇട്ടിട്ട് പോകില്ല ഓഫീസിലോട്ട്. എല്ലാം സ്ലീവ്ലെസ് ആണ് എൻ്റെ ഉള്ളെല്ലാം. അപ്പോ എനിവേസ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെയായി എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇത് എടുത്തു. ഇനിയിപ്പോ ഇത് എപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. എനിവേസ് എപ്പോഴേലും വേഗം തന്നെ എഡിറ്റ് A ചെയ്തെല്ലാം few minutes later. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. പുറത്ത് നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ്നിങ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ് മീ, സപ്പോർട്ട് മീ ഓൾവേസ്. എനിവേസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. വൈൻഡിങ് അപ്പ്. ബൈ ബൈ.